ഹൈ ഡിയേഴ്സ്, SGOU എക്സാം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം ഞങ്ങളുടെ സൈറ്റിൽ ഓപ്പൺ ആയിട്ട് വരും. അവിടെ വ്യൂ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എക്സാം രജിസ്ട്രേഷൻ ഫോർ ദ ബാച്ചിലർ ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കോഴ്സ് അവിടെ കാണാൻ സാധിക്കും. then ക്ലിക്ക് എന്നുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ആണോ അല്ലെങ്കിൽ ഫസ്റ്റത്തെ എക്സാം ആണോ സപ്ലിമെൻ്ററി ആണോ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. അവിടെ ഫസ്റ്റ് എന്നുള്ളവർ നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. ഇമ്പ്രൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ മാറ്റിയിട്ട് ടിക്കറ്റ് കൊടുക്കണം കേട്ടോ. ദെൻ താഴേക്ക് വന്നിട്ട് അവിടെ ഫീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ടോട്ടൽ എത്ര രൂപയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളും മൊത്തം പറയുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ സേവ് കൊടുക്കുക. ആദ്യം സേവ് ചെയ്ത് കൊടുക്കണം. ദെൻ അടുത്ത വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അവിടെ ഉറപ്പ് വരുത്തുകയാണെന്നും പാടെ നമ്മുടെ എക്സാം ഫസ്റ്റ് തന്നെ അല്ല എഴുതുന്നത്, ഫീസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ള വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നും പാടെ അവരോട് വാണിംഗ് ചോദിക്കുന്നുണ്ട്, ഉറപ്പ് വരുത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ ആണ്, പ്രൊസീഡ് ടു എക്സാം സെൻറ്റർ വെരിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു, സെലക്ഷൻ എന്നുള്ളത് കൊടുക്കുന്നു. ദെൻ എക്സാം സെൻറ്റർ നമ്മൾ സെലക്ട് ചെയ്യുക. ഏത് ജില്ലയിലാണ് വേണ്ടത്, എക്സാം സെൻറ്റർ ഏത് ജില്ലയിലാണ് വേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്താൽ ജില്ല സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഞാനിവിടെ റാൻഡായിട്ട് മലപ്പുറമാണ് കൊടുക്കുന്നത്. ഓക്കെ, മലപ്പുറം എന്നുള്ള ഒരു ഭാഗത്താണ് കൊടുക്കുന്നത്. ജില്ല കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലുള്ള എല്ലാ എക്സാം സെൻറ്ററും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഇവിടെ മലപ്പുറം കൊടുക്കുന്നു. ഒന്ന് ലോഡായി ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ എക്സാം സെൻറ്റർ കൊടുക്കുന്നു, ഏത് കോളേജാണ് കോളേജ് ഞാൻ കൊടുക്കുന്നു. പിന്നെ ആ എക്സാം സെൻറ്ററിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഏത് ജില്ലയിലാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ മലപ്പുറം തന്നെ കൊടുക്കുന്നു. താഴെ എന്ത് ചെയ്യുന്നു, പ്രൊസീഡ് എന്നുള്ള ഭാഗം കൊടുക്കുന്നു. പേ നൗ കൊടുക്കുന്നു. ഇവിടെ ഒക്കെ വാണിംഗ് ഉണ്ട്, അതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുക. എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ട മെത്തഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കിയാൽ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതാണ്. ടോട്ടൽ അടയ്ക്കേണ്ട ഫീസ് വരും. ഏത് മെത്തേഡാണ്, ഇവിടെ ഞാൻ UPI QR കോഡ് വെച്ചിട്ട് ഗൂഗിൾ പേ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബാർകോഡ് ജനറേറ്റ് ചെയ്ത് വരും. ദെൻ നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ആക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം ഓപ്പൺ ആയിട്ട് വരും. എക്സാം കൺഗ്രാജുലേഷൻസ്, നിങ്ങളുടെ എക്സാം വിജയകരമായിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓർക്കുക, ഇവിടെ എക്സാം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം പ്രത്യേകമായിട്ടുള്ളൊരു PDF കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇതാണ് നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്തതിനുള്ള എവിഡൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ലാസ്റ്റ് കാണുന്ന ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. താഴെ അതിൻ്റെ ഒരു കോഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്, സക്സസ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.